കുട്ടികളുടെ ഒരു മനുഷ്യന്റെ സ്വഭാവത്തെക്കുറിച്ച് സൈക്കോളജി പറയുന്നത് 3 രീതിയാണ്. ഒന്നാമത്തേത്, ആ കുട്ടിക്കുണ്ടാകുന്നത് ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് ആണ്. ചൈൽഡ് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുമ്പോ എന്താണ് ചൈൽഡ് ഈഗോ സ്റ്റേറ്റ്? ആ കുട്ടി വളരെ ചെറിയ പ്രായത്തിൽ ഒരു 7 വയസ്സിനു താഴെ അല്ലെങ്കിൽ 6 വയസ്സിനു താഴെ ആ കുട്ടി തന്റെ മാതാപിതാക്കളിൽ നിന്ന്, അതിനു സമാനരായ ആളുകളിൽ നിന്ന് കണ്ടും കേട്ടും തന്റെ ജീവിതത്തിലേക്ക്, മനസ്സിലേക്ക് പകർത്തിവെക്കുന്ന, കോപ്പി ചെയ്ത് വെക്കുന്ന കാര്യങ്ങളാണ്. നോക്കണം, നമ്മൾ ഓരോ കുഞ്ഞുങ്ങളും നോക്കുക. ഇപ്പൊ എനിക്ക് 3 വയസ്സായ ഒരു കുഞ്ഞുണ്ട്, 3 വയസ്സായ ഒരു കുട്ടി. ആ 3 വയസ്സായ ഒരു കുട്ടി ഒരു ദിവസം എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇപ്പച്ചി നിങ്ങൾക്കറിയോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ മോളെ അറിയേണ്ടത്? നമ്മളെ കുഞ്ഞേമിക്കാക്കല്ലേ, എന്റെ ഒരു ജ്യേഷ്ഠനാണ് ആള്, മൂത്താപ്പയാണെന്നാ അവള്, പക്ഷെ എല്ലാരും കുഞ്ഞേമിക്കാക്കാന്ന് വിളിക്കുന്നതുകൊണ്ട് ഓളും കുഞ്ഞേമിക്കാക്കാന്നാണ് ഇപ്പൊ വിളിക്കല്. കഴിഞ്ഞ പിന്നാണ് മാറിക്കോള്. കുഞ്ഞേമിക്കാക്കുണ്ടല്ലോ, എങ്ങനെ ചിരിക്കുക നിങ്ങൾക്ക് അറിയോ? സുബ്ഹാനല്ലാഹ്, ഞാൻ ഇത്രയും കാലമായിട്ട് മൂപ്പരെങ്ങനെ ചിരിക്കാന്ന് ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷേ ഞാൻ എന്റെ കുട്ടിയോട് എന്നാ അജ്ജൊന്ന് കാട്ടിക്കൊണ്ടാന്ന് പറഞ്ഞപ്പോ ആ കുട്ടി കറക്റ്റ് പൊസിഷനിൽ എന്ത് ചെയ്തു? ചിരിച്ചു കാണിച്ചു. അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്, ശരിയാണല്ലോ, ഇക്കാക്ക ഇങ്ങനെ തന്നെയാണല്ലോ ചിരിക്കാറ്, എന്നിട്ട് ഉടനെ പറയാണ്, ദേഷ്യം പിടിക്കുമ്പോ കണ്ണ് കാട്ടൽ എങ്ങനെയാണെന്നറിയോ? അത് ഞാൻ പറഞ്ഞു, ഇല്ല മോള് കാണിച്ചുകൊണ്ട. അപ്പൊ ആ കണ്ണ് കാണിക്കുന്നതും ആ കണ്ണിന്റെ ആ ഒരു പ്രത്യേക ആ ഒരു ഊന്നലൊക്കെ എന്ത് ചെയ്യാണ്? മോൾ അങ്ങനെ തന്നെ കാണിച്ചെന്നു. അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, ഈ പറയുന്നത് എത്ര ശരിയാണ്. വളരെ ചെറിയ പ്രായത്തിൽ ഈ കുഞ്ഞ് എത്രമാത്രമാണ് ഒരു വ്യക്തിയെ പഠിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഞാനും നിങ്ങളും ഇത്ര സമയം ഒരുമിച്ചിരിക്കുമ്പോ നിങ്ങളോ ഞാനോ എന്റെ വായുടെ ചലനത്തെയോ കണ്ണിന്റെ ചലനത്തെയോ ഒരുപക്ഷെ ശ്രദ്ധിച്ചു കൊള്ളണമെന്നില്ല. പക്ഷെ ഒരു കുട്ടി എന്ത് ചെയ്യുന്നു? തന്റെ മുമ്പിൽ വരുന്ന ഓരോ വ്യക്തിയെയും 100% കോപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്തേ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ ആ ഒരു പ്രത്യേകമായ അവസ്ഥയിൽ ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ അവളുടെ കയ്യിലുണ്ട്. അവളുടെ മനസ്സാകുന്ന ഒന്നുമില്ലാത്ത, ഒരു സോഫ്റ്റ്വെയറും ഇല്ലാത്ത ഒരു കമ്പ്യൂട്ടർ ഉണ്ട്. തന്റെ കയ്യിൽ ഒരു ബ്ലാങ്ക് ആയ പാത്രമുള്ളത് കൊണ്ട് തന്നെ ആവശ്യമായതൊക്കെ അതിലേക്ക് ശേഖരിക്കുകയാണ് ഈ കുഞ്ഞ്. മോഡേൺ സൈക്കോളജി പറഞ്ഞു, 6.5 വയസ്സ് അല്ലെങ്കിൽ 5.5 വയസ്സിനു താഴെ തന്റെ പാരന്റ്സിൽ നിന്നോ പാരന്റുമായി ബന്ധപ്പെട്ടവരിൽ നിന്നോ കിട്ടുന്ന കാര്യങ്ങളെ ആ കുട്ടി കോപ്പി ചെയ്യുന്നതാണ് ആ കുട്ടിയുടെ സ്വഭാവത്തിന്റെ പ്രധാന ഭാഗം, പാരന്റ് ഈഗോ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആ പാരന്റ് ഈഗോ സ്റ്റേറ്റ് എന്ത് ചെയ്യാണ്? ആ കുട്ടിയുടെ സ്വഭാവത്തെ സ്വാധീനിക്കുകയാണ്. പിൽക്കാലത്ത് ആ കുട്ടിയുടെ പ്രവർത്തനത്തെ, ആ കുട്ടിയുടെ പെരുമാറ്റത്തെ, ആ കുട്ടിയുടെ ജീവിത രീതിയെ എല്ലാം എന്തു ചെയ്യുന്നു? ഇത് കോപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് മനസ്സിലാകുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ കുട്ടി എങ്ങനെയാകണമെന്നാണോ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നത്, എന്റെ പെൺകുട്ടിയാവട്ടെ എന്റെ ആൺകുട്ടിയാവട്ടെ, അവരെങ്ങനെയാണ് ആകണമെന്നാണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, അതിനനുഗുണമായി നമ്മളെ മാറ്റിയെടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നമ്മൾ നേരെ തിരിച്ചാ, എന്റെ മാതിരി എന്റെ കുട്ടി ആകരുത് എന്നാ അല്ലേ? നമ്മൾ അങ്ങനെ പറയാം, എന്റെ മാതിരി എന്റെ കുട്ടി ആകരുത്. പക്ഷെ സത്യം എന്താണ്? എന്നെ പോലെയാണ് എന്റെ കുട്ടി ആവുക. അങ്ങനെ ആവരുതെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? നിങ്ങൾ ഇപ്പോഴുള്ളതുപോലെ നിങ്ങളാവാതിരിക്കാനാണ് ആദ്യം ശ്രമിക്കേണ്ടത്. പാരന്റൽ ട്രെയിനിങ്ങിൽ ആദ്യം നമ്മൾ കൊടുക്കുന്ന അതാണ്, ബി എ റോൾ മോഡൽ എന്ന് പറയും. കുട്ടികൾക്ക് കണ്ടു പകർത്താൻ പറ്റുന്ന, കണ്ടു പഠിക്കാനല്ല, കണ്ടു പകർത്താൻ പറ്റുന്ന ഒരു മോഡലായി ഉപ്പ മാറണം, ഉമ്മ മാറണം. അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യമുണ്ട്. എന്താണെന്നറിയോ? ഇന്ന് കാലത്ത് നമ്മുടെ കുട്ടികളുടെ സ്വഭാവ വൈകൃതങ്ങളിൽ പലതും മാതാപിതാക്കളിൽ നിന്ന് കോപ്പി ചെയ്യുന്നതാണ്. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന 5 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയെ, അവളിപ്പോ 1ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, 5 അല്ലെങ്കിൽ 6 വയസ്സുണ്ടാകാം, ആ കുട്ടിയെയും കൊണ്ടുവരികയാണ്. എന്റെ ഉമ്മമാരിത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കുട്ടിയെയും കൊണ്ട് വന്നപ്പോ ഞാൻ ചോദിച്ചു, എന്തിനാണ് കൊണ്ടുവന്നത്? എന്നെ വിളിച്ചു, നേരത്തെ തന്നെ അപ്പോയിന്റ്മെന്റ് വാങ്ങിയതാ. വിളിച്ചപ്പോ എന്റെ മകളെ ഒരു കാര്യം പറയാനുണ്ട് എന്നാ പറഞ്ഞത്. അപ്പൊ സ്വാഭാവികമായിട്ടും മകളൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് എന്നെ വിളിക്കുമ്പോൾ ഞാൻ വിചാരിക്കേണ്ട അതൊരു 14 വയസ്സോ 13 വയസ്സ് അല്ലെങ്കിൽ 15 വയസ്സ് അല്ലെങ്കിൽ +2 ആ തലത്തിലുള്ള എന്തെങ്കിലും ഇന്നത്തെ കാലത്ത് ഉണ്ടാക്കുന്ന എന്തെങ്കിലും കാലമുസീബത്തുകൾ വന്നിട്ടുണ്ടാകും, അതുകൊണ്ടായിരിക്കും വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. നമ്മൾ 4:30 വരാൻ പറഞ്ഞു. 4:30 ആ ഓട്ടോറിക്ഷയിൽ വന്നിട്ട് ഈ ഉമ്മയും ഈ മകളും ഇറങ്ങുകയാണ്. 5 വയസ്സുള്ള 1ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിനെ കൊണ്ട് വന്നു. ഉസ്താദേ, ഞാൻ നേരത്തെ വിളിച്ചിരുന്നു. അതെ, എന്തിനാണ്?
അപ്പൊ പറഞ്ഞു ഞാൻ എന്റെ കുട്ടിന്റെ കാര്യം, എന്നിട്ട് എന്തെങ്കിലും കുട്ടിനെ കൊണ്ടുവരാഞ്ഞു ചോദിച്ചു. കുട്ടിന്റെ ഒപ്പം ഉണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളെ കൂടെയുള്ളത് ഒരു ചെറിയ കുട്ടിയല്ലേ എന്ന് ചോദിച്ചു. അതെ, ഓൾ 1ാം ക്ലാസ് പഠിക്കുന്ന ആ കുട്ടിന്റെ കാര്യം പറയാനാ വന്നത് പറഞ്ഞു. അൽഹംദുലില്ലാ ഞാനത് സമാധാനിച്ചു. കാരണം എന്താ, വല്ല പഠന പിന്നോക്കാവസ്ഥ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും, അത്ര ഒരു ഡീപ്പായിട്ടുള്ള പ്രശ്നമൊന്നും ഉണ്ടാകൂല എന്ന് സമാധാനിച്ചപ്പോ ഈ ഉമ്മ എന്നോട് പറയുകയാണ്, ഇവളുടെ പെരുമാറ്റത്തിൽ എന്തൊക്കെയോ മോശമായ പ്രവണതകൾ കാണുന്നു എന്ന് 1ാം ക്ലാസ്സിലെ ഇവളുടെ ക്ലാസ് ടീച്ചർ വിളിച്ചു പറഞ്ഞത് കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് കൊണ്ടുവന്നത്. തീർച്ചയായിട്ടും ആരെങ്കിലും ഒന്ന് കൊണ്ടുപോയി കാണിക്കണമെന്ന് പറഞ്ഞത് കൊണ്ടാണ്. ഞാൻ ചോദിച്ചു നിങ്ങളോട് എന്താ കാര്യം എന്ന് പറഞ്ഞോ? അത് ടീച്ചർ പറഞ്ഞിട്ടില്ല, കുട്ടിയോട് ചോദിച്ച് മനസ്സിലാക്കിക്കോളും എന്നാണ് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. ഞാൻ ആ കുട്ടിയെ അടുത്ത് വിളിച്ചു, കാരണം നമുക്ക് അടുത്തേക്ക് വിളിക്കാൻ പറ്റുന്ന പ്രായമാണല്ലോ. ആ കുട്ടിയെ അടുത്ത് വിളിച്ചു പേരൊക്കെ ചോദിച്ചു, കാര്യങ്ങളൊക്കെ അതിന്റെ മുറ പോലെ നടത്തിയതിന് ശേഷം ഞാൻ ചോദിച്ചു, നിങ്ങളുടെ മോളെ നിന്റെ കയ്യിൽ നിന്ന് ടീച്ചർ എന്തോ ഒരു കാര്യം ഉമ്മയോട് പറയാതെ എന്നോട് പറയാൻ പറഞ്ഞിട്ടില്ലേ, കാര്യം എന്താണെന്ന് ചോദിച്ചു. അത് ഞാൻ സ്കൂളിൽ നിന്ന് ഇങ്ങനെ ഒരു മാണ്ടാത്തരം കാട്ടിയപ്പോ അത് ടീച്ചർ നിങ്ങളോട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ഞാൻ വിചാരിച്ചു എന്ത് ഏതെങ്കിലും കുട്ടികളെന്നുള്ളേ, അല്ലെങ്കിൽ എന്തെങ്കിലും മോഷണോ അങ്ങനെയൊക്കെയാണ് സാധാരണ ഉണ്ടാവുക. അപ്പൊ ഞാൻ ചോദിച്ചു പറഞ്ഞോളൂ, എന്നാൽ നിനക്ക് തുറന്നു പറയാം. ആ സമയത്ത് എന്റെ പ്രിയമുള്ള രക്ഷിതാക്കളെ, പറയുമ്പോൾ എനിക്ക് സങ്കടമുണ്ട്. 1ാം ക്ലാസ്സിലെ ആ കുട്ടി അവളുടെ വായ കൊണ്ട് എന്നോട് പറഞ്ഞത്, ഞാൻ എന്റെ കൂടെ ഇരിക്കുന്ന മറ്റൊരു പെൺകുട്ടിയുമായി സെക്ഷുവൽ അപ്പിറ്റൈറ്റ് കാണിക്കുന്നു എന്നാണ്. മലയാളത്തിൽ ലൈംഗികമായ ചില പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. എന്റെ വിശദീകരണം ഒരു പൊതു സദസ്സിൽ വെച്ച് ഞാൻ പറയുന്നില്ല. ഒരു 12, 13, 15 വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു സ്വയംഭോഗത്തിന് വേണ്ടി ഒരുപക്ഷെ വൈകൃതങ്ങളിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അത്തരം ഒരവസ്ഥ നമുക്ക് ഒരുപക്ഷെ മനസ്സിലാകും. 5 വയസ്സ് പ്രായമുള്ള 1ാം ക്ലാസ്സിലെ ഒരു കുട്ടി ഇത്തരത്തിലുള്ള ഒരു സെക്ഷുവൽ അപ്പിറ്റൈറ്റിന് വിധേയമായി മോശമായി തന്റെ കൂട്ടുകാരിയോട് പ്രവർത്തിക്കുന്നു എന്ന് വന്നപ്പോ സംഗതി ഇത്തിരി ഗൗരവമുള്ളതാണ്. ഞാൻ ആ ഉമ്മയോട് പറഞ്ഞു, നിങ്ങൾ പുറത്തു നിൽക്കണം. കാരണം ഒരുപക്ഷെ ഇനി പറയുന്ന കാര്യങ്ങൾ ആ ഉമ്മയ്ക്ക് താങ്ങാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ഞാൻ ആ കുട്ടിയെ ഡീപ്പായിട്ട് ചോദിച്ചറിഞ്ഞപ്പോ നിങ്ങൾക്കറിയോ, ആ കുട്ടി പറയുകയാണ്, ഞാൻ ചെയ്തിരിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഒരു 15 വയസ്സായ ഒരു പെൺകുട്ടി ഒരു പക്ഷേ ചെയ്യുമെന്ന് എനിക്ക് തോന്നാത്ത കാര്യങ്ങളാണ് 1 വയസ്സ് പ്രായമുള്ള ഈ കുഞ്ഞ് ചെയ്തിരിക്കുന്നത്. അത്രയും മോശമായ പ്രവർത്തനങ്ങൾ. ഈ കൂടെയുള്ള പെൺകുട്ടിയെയും കൊണ്ട് ബാത്റൂമിലേക്ക് പോകും, ബാത്റൂമിൽ പോയിട്ട് അവിടെ വെച്ചുകൊണ്ട് പലതും ചെയ്യും. ഇതൊക്കെ പ്രശ്നമാവുകയാണ്. ആ സമയത്ത് ഞാൻ ചോദിച്ചു, മോളെ നിനക്ക് എവിടെ നിന്നാണ് ഇതിനുള്ള പ്രചോദനം ലഭിച്ചത്? എത്തരത്തിലാണ് നീ ഒരു അവസ്ഥയിലേക്ക് പോയത്? ആ സമയത്ത് സങ്കടമൊന്നും മുഖത്ത് കാണിക്കാതെ ആ പെൺകുട്ടി എന്നോട് പറഞ്ഞത്, ഐ ക്യാൻ സീ, ഇതെനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഫ്രം ദി നെറ്റ്. ഇന്റർനെറ്റിൽ ഞാൻ ഇത് കാണാറുണ്ട്. നോക്കണേ, ഇന്റർനെറ്റിൽ ഞാൻ ഇത് കാണാറുണ്ട്. ഞാൻ ചോദിച്ചു, മോളെ നിന്റെ വീട്ടിൽ ഇന്റർനെറ്റ് ഓപ്പൺ ചെയ്യുകയും ഇത്തരമുള്ള സൈറ്റുകളിലേക്ക് പോവുകയും ചെയ്യാൻ നിനക്ക് തനിച്ചു കഴിയോ? ആ സമയത്ത് കുട്ടി പറഞ്ഞു, നോ, ഞാൻ ഒറ്റയ്ക്കല്ല ചെയ്യാറ്. പിന്നെയോ, 7ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലും പഠിക്കുന്ന എന്റെ 2 ജ്യേഷ്ഠന്മാരുണ്ട്. അവർ 2 പേരും ഇത് കാണുമ്പോ എന്നെ കൂടെ വിളിക്കാറുണ്ടെന്ന് മാത്രമല്ല, അതിൽ കാണുന്നതൊക്കെ എന്നോട് എന്റെ ജ്യേഷ്ഠന്മാര് ചെയ്യാറുണ്ട്. നോക്കണേ, എവിടെയാണ് സമൂഹം എത്തിയതെന്ന് ആലോചിക്കണം. മുസ്ലിം ഫാമിലിയാണ്. ആ മുസ്ലിം ഫാമിലിയിലെ 5 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി ഇത്ര മോശമായ ഒരു പ്രവണതയിലേക്ക് പോകുന്നത് ആ വീടിന്റെ അകത്തളത്തിൽ വെച്ചിരിക്കുന്ന ഇന്റർനെറ്റ് ഉപയോഗിച്ചുകൊണ്ടാണ്. ഞാൻ ആ ഉമ്മയോട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ 2 മക്കളെ കൂടി കിട്ടണം. ആ 2 മക്കളെയും ഞാൻ കൊണ്ടുവന്ന് ചോദിക്കുമ്പോ അവര് സമ്മതിക്കുകയാണ്, യേസ്, അതെ, ഞങ്ങൾ അങ്ങനെ ചെയ്തു പോയിട്ടുണ്ട്. 10ാം ക്ലാസ്സിലെ കുട്ടിയോട്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് ഞാൻ പറഞ്ഞു, മോനെ ഇതിന്റെ പ്രയാസങ്ങൾ നിനക്കറിയോ? എത്രമാത്രം മോശമാണ് നമ്മുടെ ജീവിതത്തിൽ ഇത് സംഭവിക്കുന്ന എന്താണ്? അതിന്റെ വരുംവരായികകളെ കുറിച്ച് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തപ്പോ ആ കുട്ടിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. പക്ഷേ 7th 4th പഠിക്കുന്ന കുട്ടിക്ക് ഇതിന്റെ തെറ്റുകൂടി മനസ്സിലാകാതെയാണ് അതിലേക്ക് കടന്നുപോയത്. അതൊരു തെറ്റാണ് എന്ന് മനസ്സിലാകാതെയാണ് അതിലേക്ക് ആ കുട്ടി 2 വർഷമായി കടന്നുപോയിട്ടുണ്ട്. ഞാൻ ഈ ഉമ്മയോട് ചോദിച്ചു, വീട്ടിൽ നിങ്ങൾ നെറ്റ് ഉപയോഗിക്കാറുണ്ടോ? ഉണ്ട്. ആ സമയത്ത് ഈ ഉമ്മ, ഞാൻ തുറന്നു പറയട്ടെ, ഈ ഉമ്മ എന്നോട് പറയുന്നത്, അപൂർവം ചില സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യാറുണ്ട്, ഞാൻ അത് കാണാറുണ്ട്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ അതിന് കഴിയുന്നു? അപ്പോഴാണ് ആ ഉമ്മ പറഞ്ഞത്, പലപ്പോഴും എന്റെ ഹസ്ബൻഡ് നാട്ടിലുള്ളപ്പോ അത്തരം സൈറ്റുകൾ ഞങ്ങൾ സന്ദർശിക്കാറുണ്ട്.
ഇപ്പൊ എവിടെ തുടങ്ങിയ പ്രശ്നം? എവിടെയാണ് ഇതിന്റെ പ്രോബ്ലം കിടക്കുന്നത്? ഉപ്പ ഗൾഫിൽ നിന്ന് വരുമ്പോ ഉമ്മയുമൊത്തുള്ള സ്വകാര്യ സന്ദർഭങ്ങളിൽ ഉപ്പയും ഉമ്മയും കണ്ടത് ഉമ്മ തന്റെ ജീവിതത്തിൽ പതിവാക്കി. ഉമ്മ ജീവിതത്തിൽ പതിവാക്കിയത് അപൂർവം ചില സന്ദർഭങ്ങളിൽ ഓഫ് ചെയ്യാനും മറ്റും മറന്നപ്പോ 10ാം ക്ലാസ്സിലുള്ള മകൻ എന്ത് ചെയ്തു? ആ സൈറ്റിലേക്ക് കയറി നോക്കി. നിങ്ങൾക്ക് അറിയോ, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കുട്ടിയോട് ഞാൻ അതിന്റെ സൈറ്റ് എഴുതിച്ചത് എന്റെ ഡയറിയിൽ ഇരിപ്പുണ്ട്. ഏതാണ്ട് 27ഓളം അത്തരത്തിലുള്ള സൈറ്റുകൾ ആ കുട്ടിക്ക് മനപ്പാഠമുണ്ട്. അറിയോ, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുട്ടി എന്നോട് ചോദിക്കുകയാണ്, ഞാനതിൽ പല കഥകളും വായിച്ചിട്ടുണ്ട് ഉസ്താദെ, അതിൽ ആങ്ങളും പെങ്ങളും ഉമ്മയും മകനും മകളും ബാപ്പയും ഒക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ സമൂഹത്തിൽ അതൊക്കെ നടക്കുമ്പോൾ അതൊരു തെറ്റാണോ? ഈ കുട്ടി ചോദിക്കുക. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി നിഷ്കളങ്കമായി നമ്മളോട് ചോദിക്കുക, ഞാൻ വായിച്ച കഥയിൽ ആരുണ്ട്? ആങ്ങളെയും പെങ്ങളെയും ഒക്കെ ഇത്തരം അവസ്ഥകളിൽ ഏർപ്പെടാറുണ്ടല്ലോ, പിന്നെ അതൊരു തെറ്റാണോ? എവിടെയാണ് നമ്മുടെ സമൂഹം നിൽക്കുന്നത്? മലപ്പുറം ജില്ലയിലാണ് സംഭവം. ഈ കുട്ടി മദ്രസയിൽ പഠിക്കുന്നുണ്ട്. ഈ വീട് പർദ്ദയിട്ട് വരുന്ന ഉമ്മയാണ്. ആ വീട്ടിൽ ഇസ്ലാമികമായ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നവരാണ്. പക്ഷേ ഒരു ഭാഗത്ത് നിസ്കരിക്കുമ്പോഴും നോമ്പെടുക്കുമ്പോഴും ഒരു ഭാഗത്ത് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോഴും രഹസ്യമായ നമ്മുടെ ജീവിതത്തിൽ മാതാപിതാക്കൾ അനുവർത്തിക്കുന്ന ചില കാര്യങ്ങൾ മക്കളിലേക്ക് പകർത്തപ്പെട്ടു പോയതാണ്. സുബ്ഹാനല്ലാഹ്, 4 തവണയുള്ള സിറ്റിംഗിലൂടെ നിരന്തരമായി ബന്ധപ്പെട്ടിട്ടാണ് ആ കുട്ടികളുടെ വൈകൃതത്തിൽ നിന്ന് അത് ശരിയല്ല എന്ന മാനസികാവസ്ഥയിലേക്ക് ആ കുട്ടികളെ മാറ്റാൻ കഴിഞ്ഞത്. ഞാൻ എന്തിനാ ഇത് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞത്? ദേ ആർ കോപ്പിയിങ്. അവർ നമ്മുടെ രക്ഷിതാക്കളാകുന്ന നമ്മളെ കോപ്പി ചെയ്യുകയാണ്. രക്ഷിതാക്കളാകുന്ന നമ്മളെ കോപ്പി ചെയ്യുകയാണ്. ഞാൻ എന്തൊക്കെയാണ് പ്രവർത്തിക്കുന്നത്, ഞാൻ ഏതു വഴിക്കൊക്കെയാണ് നീങ്ങുന്നത്, കൃത്യമായിട്ടും നമ്മുടെ മക്കൾ നമ്മളെ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ മക്കൾ, ചിലർ പറയെന്താ, ഞാനൊക്കെ ഇപ്പൊ ഏതായാലും ഇതിന് അഡിക്റ്റ് ആയി പോയി, നമ്മളെ കുട്ടികളെങ്കിലും രക്ഷപ്പെടണം. സാധിക്കില്ല. നിങ്ങൾ അഡിക്റ്റായ കാര്യങ്ങൾക്ക് നിങ്ങളുടെ മക്കളും അഡിക്റ്റ് ആവുക തന്നെ ചെയ്യുമെന്ന തിരിച്ചറിവാണ് ആസ് എ പാരന്റ് ഒന്നാമതായി നിങ്ങൾക്കുണ്ടാകേണ്ടത്. ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും ഒന്നാമതായിട്ടുണ്ടാകേണ്ടത്. അറിയോ നിങ്ങൾക്ക്, നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. ഇല്ല, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി അയൽവാസിയായ ഒരു സഹോദരനുമായി അവിഹിതമായ ചില ബന്ധങ്ങളുണ്ട് എന്നറിഞ്ഞ ഒരു മാതാവ് പൊട്ടിത്തെറിക്കുമ്പോ ഞാൻ അവന്റെ കൂടെ ഇരുന്നൊന്ന് സംസാരിക്കുകയല്ലേ ചെയ്തുള്ളൂ, മറ്റൊന്നും ഞാനും ചെയ്തിട്ടില്ലല്ലോ എന്നാണ് മകളുടെ പ്രതികരണം. ആ ഞാനും എന്നതിന് എന്ത് ചെയ്യണം? നമ്മൾ അണ്ടർലൈൻ ചെയ്യണം. ആ കുട്ടി പറഞ്ഞത് എന്താ? സംസാരിക്കുകയല്ലേ ഞാനും ചെയ്തുള്ളൂ. അതിന്റെ അർത്ഥം എന്താ? അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളും ചെയ്യാറില്ലേ എന്ന ചോദ്യമാണ് ഉമ്മയുടെ നെഞ്ചത്തേക്ക് ഈ പെൺകുട്ടി തൊടുത്തുവിടുന്നത്. ഒരു ഹാപ്പി ഫാമിലിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മക്കളിൽ നിന്ന് ഹാപ്പിനെസ് ലഭിക്കണമെങ്കിൽ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ അവരിൽ നിന്ന് ഉണ്ടാകാവൂ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഏറ്റവും ആദ്യം എന്റെ പ്രിയമുള്ള രക്ഷിതാക്കളെ, ഞാനും നിങ്ങളും അടങ്ങുന്ന രക്ഷിതാക്കള്, സമൂഹത്തിന്റെ മുതിർന്ന വിഭാഗം, അത് ഉപ്പയാകണമെന്നില്ല, ഉമ്മയാകണമെന്നില്ല, ജ്യേഷ്ഠനായാൽ മതി, പെങ്ങളായാൽ മതി, മൂത്ത സഹോദരങ്ങളായാൽ മതി, അയൽവാസിയായാൽ മതി, അധ്യാപകനായാൽ മതി, ആരായിരുന്നാലും ഈ കുരുന്നു ജനത നമ്മളിൽ നിന്ന് കോപ്പി ചെയ്യുന്നത് സത്യങ്ങളാണ്, യാഥാർത്ഥ്യങ്ങളാണ്, നന്മയാണ്, നീതിയാണ് എന്ന് നാം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അത് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയുന്നിടത്തേ നമ്മൾ വിജയിക്കുകയുള്ളൂ. അപ്പൊ ഈ കോപ്പിയിങ് നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം? അവർക്ക് കോപ്പി ചെയ്യാൻ പറ്റുന്നതേ നമ്മൾ അവർക്ക് ഇട്ടുകൊടുക്കാം.